യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത ലോകത്തെ അറിയിച്ചു. അവർ രക്ഷകന്റെ ജനനം ആഘോഷിക്കുകയും എല്ലാ ജനതകൾക്കും വരുവാനുള്ള മഹാസന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നു പറഞ്ഞു. യേശുവിന്റെ ജനന സമയത്ത് എല്ലാ ജനതകൾക്കും വരാനിരിക്കുന്ന വലിയ സന്തോഷത്തെക്കുറിച്ച് ദൂതന്മാർ പറഞ്ഞത് ഇതാണ്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുക. തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. പിതാവായ ദൈവം സർവ്വ മാനവരാശിയുടെയും രക്ഷയുടെ സന്ദേശവുമായി യേശുവിനെ അയച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും ദൈവത്തിൽ നിന്ന് സമാധാനവും ലഭിക്കുന്നു. ദൈവമയച്ച അവസാന ദൂതനാണ് മശിഹ. പ്രവാചകന്മാരെ ഒന്നിനു പുറകെ ഒന്നായി അയച്ചതിനുശേഷം ദൈവം ഒടുവിൽ മശിഹായെ അയച്ചു. മുൻ പ്രവാചകന്മാർ മുൻകാലങ്ങളിൽ പറഞ്ഞതെല്ലാം നിറവേറ്റുന്നതിനായി ദൈവം മശിഹായെ അയച്ചു. മശിഹ എല്ലാ പ്രവാചകന്മാരെക്കാളും വലിയവനാണ്. സ്വർഗ്ഗത്തിലെ എല്ലാ വിശുദ്ധ ദൂതന്മാർക്കും മുകളിലാണ് മിശിഹായുടെ സ്ഥാനം. ദൂതന്മാരും യേശുവിനെ കർത്താവ് എന്നാണ് വിളിച്ചത്. മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണത്തിൽ എഴുതിയ മശിഹായെ ഞങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദിയിൽ ശിഷ്യന്മാർ യേശുവിന്റെ ചുറ്റും വന്നുകൂടിയത്. യോഹന്നാൻ 1 വാക്യങ്ങൾ 41-45. യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു: നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളത്. കാരണം ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചു, പക്ഷേ കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ കേട്ടില്ല. ലൂക്കോസ് അധ്യായം 10 വാക്യങ്ങൾ 23-24. ഒരു മനുഷ്യനും ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികൾ യേശു ചെയ്തു. മറ്റാരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ അവൻ സംസാരിച്ചു. തോറ, സുവിശേഷങ്ങൾ, ഖുർആൻ എന്നിവ മശിഹായെക്കുറിച്ച് പറയുന്നു. ഖുർആൻ യേശുവിനെ മിശിഹ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു പ്രവാചകൻ മാത്രമാണ്. കാരണം അത്യുന്നതനായ ദൈവമയച്ച മിശിഹായുടെ ദൗത്യവും ഉദ്ദേശ്യവും വിശുദ്ധ ബൈബിളിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ജൂതത്തോറയിലും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലും. യേശു ഒരു മതവും നിർമ്മിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ വന്നതല്ല. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് ദൈവം യേശുവിനെ അയച്ചത്. മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെയും അത്യുന്നതനായ ദൈവം ഭൂമിയിൽ തന്റെ നിത്യരാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെടുത്തി. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന ദൗത്യവുമായാണ് ദൈവം യേശുവിനെ അയച്ചത്. കർത്താവായ യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടു, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നു പറഞ്ഞുകൊണ്ടാണ്. മർക്കോസ് അധ്യായം 1 വാക്യം 15. നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലും ആകേണമേ എന്ന് പ്രാർത്ഥിക്കാനും കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സുവിശേഷങ്ങളിലൂടെ യേശു രാജ്യത്തിന്റെ തത്വങ്ങളും രഹസ്യങ്ങളും പഠിപ്പിച്ചു. ദൈവേഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ എന്ന് യേശു പറഞ്ഞു. ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാമെന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം എങ്ങനെ നയിക്കാമെന്നും യേശു പഠിപ്പിച്ചു. ദൈവം നീതിമാനാണ്. അതിനാൽ നീതിമാന്മാർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ എന്ന് കർത്താവായ യേശു പറഞ്ഞു. യുഗാന്ത്യത്തിൽ അവൻ വരുമ്പോൾ മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും ശേഖരിച്ച് തീച്ചൂളയിലേക്ക് എറിയും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കും. മത്തായി അധ്യായം 13 വാക്യങ്ങൾ 40-43 വരെ. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിനു മുമ്പ് ദൈവം യേശുക്രിസ്തുവിനെ സമാധാന സുവിശേഷവുമായി അയച്ച ഈ സുവിശേഷം എല്ലായിടത്തും എല്ലാവരോടും പ്രസംഗിക്കപ്പെടുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവുമായി ഭൂമിയിൽ ഭരിക്കാനും വാഴുവാനും യേശു വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരും. അവന്റെ വരവിനെക്കുറിച്ച് ദൈവം ദാനിയേൽ പ്രവാചകന് ഒരു ദർശനം നൽകിയവൻ അതിതുപോലെ കണ്ടു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തുവരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിനു
അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചുപോകാത്തതുമാകുന്നു. ദാനിയേൽ 7 വാക്യങ്ങൾ 13, 14. ലോകരാജ്യങ്ങൾ ദൈവത്തിന്റെ രാജ്യമായിത്തീരും. ഇപ്പോൾ അവന്റെ വരവിന്റെ അടയാളങ്ങൾ എല്ലായിടത്തുമുണ്ട്. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവായ യേശു ചോദിച്ചു. ലൂക്കോസ് അധ്യായം 18 വാക്യം 8. ലോകമെമ്പാടും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നുള്ള വലിയ വീഴ്ചയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസും സംസാരിച്ചു. പലരും യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോകുന്നു. ഇത് അവന്റെ ആസന്നമായ തിരിച്ചുവരവിന്റെ അടയാളമാണ്. കർത്താവായ യേശുവും പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകിയതുപോലെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഇപ്പോഴത്തെ അന്ധകാരം കനത്ത ഇരുട്ടായി മാറും. മശിഹായുടെ വരവ്, അവന്റെ ജീവിതവും ദൗത്യവും തോറയിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സുവിശേഷങ്ങൾ, കർത്താവിന്റെ നാമത്തിൽ വന്ന മിശിഹായുടെ പ്രവൃത്തികൾ, ഉപദേശങ്ങൾ, ഭൗമിക ജീവിതം എന്നിവ വിശദമായി പ്രതിപാദിക്കുന്നു.